നമസ്കാരം. 2007 ഡിസംബർ 3 രാവിലെ ഏകദേശം ഒരു 6 മണിയാവും. ആ സമയത്ത് വണ്ടിപ്പെരിയാറുള്ള 57 മൈലിലെ കാരയിൽ എന്ന സ്ഥലത്ത് ഒരു സ്ത്രീ അവരുടെ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരികയാണ്. അവരുടെ വീടിനടുത്തെത്താറായപ്പോൾ ഒരു കുഞ്ഞിന്റെ കരച്ചിൽ ഉറക്കെ കേൾക്കുകയാണ്. കരച്ചിൽ കേട്ട ഭാഗത്തേക്ക് ആ സ്ത്രീ നോക്കുമ്പോൾ ഒരു കൊച്ചുകുട്ടി ആ കൊച്ചുകുട്ടിയുടെ വീടിന്റെ വാതിൽ കടന്ന് മുറ്റത്തേക്ക് ഇറങ്ങി മുറ്റത്തൂടെ ഇഴഞ്ഞ് റോഡിലേക്ക് വരികയാണ്. നേരം വെളുത്തു തുടങ്ങിയത് കണ്ടതും ആ കുട്ടി ഇഴഞ്ഞു വരികയാണ്. ആ കാഴ്ച കണ്ട ആ സ്ത്രീ ഓടിച്ചെന്ന് ആ കുട്ടിയെ എടുത്തു. ആ കുട്ടി ആ വീട്ടിലെ നീനുവിന്റെ കുഞ്ഞാണെന്ന് അവർക്കറിയാം. അവർ ഉറക്കെ നീനു നീനു വിളിച്ചപ്പോൾ അകത്തുനിന്ന് ഒരു അനക്കവുമില്ല. മോളി ചേച്ചി തുടർന്നവർ നീനുവിന്റെ അമ്മയെ വിളിച്ചെങ്കിലും അവിടെ നിന്നും അനക്കമൊന്നും കേട്ടില്ല. വീടിനകത്തേക്ക് കയറാതെ അവര് മുറ്റത്തു നിന്നാണ് വിളിക്കുന്നത്. അകത്തുനിന്ന് മോളിയുടെയും നീനുവിന്റെയും ശബ്ദം കേൾക്കാതെ വന്നതും ആ കുട്ടി എടുത്തുകൊണ്ട് ആ ലേഡി നടന്ന് അവരുടെ വീട്ടിലെത്തി. അവരുടെ വീട്ടിൽ ആ സമയത്ത് അവരുടെ അമ്മയുണ്ട്. നീ എന്താടി നീനുവിന്റെ കൊച്ചുമായിട്ട്? അമ്മ, ഞാൻ വരുമ്പോ ഈ കുഞ്ഞ് അവിടെ കരഞ്ഞുകൊണ്ട് മുറ്റത്തൂടെ ഇഴയുന്നത് കണ്ടത്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ എടുത്തത്. അവിടെ നീനും മോളി ചേച്ചി ഇല്ലേ? അവരില്ലാതെ കുഞ്ഞു മാത്രമായിട്ട് അവിടെ എങ്ങനെ കാണും? ബാ നമുക്കൊന്ന് നോക്കാം. അങ്ങനെ പറഞ്ഞ ആ സ്ത്രീ പുറത്തേക്ക് ഇറങ്ങി അടുത്ത വീട്ടിലെ 1-2 ആളുകളെ കൂടെ വിളിച്ച് അവരുമായി മോളിയുടെ വീട്ടിലേക്ക് നടന്നു. ആ കുഞ്ഞ് രാവിലെ 6 മണിക്ക് ആ വീടിന്റെ മുറ്റത്ത് അങ്ങനെ ഇഴഞ്ഞു നടക്കുന്നതിൽ ഒരു അസ്വാഭാവികത ഫീൽ ചെയ്തത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ അടുത്ത വീട്ടിലെ ആളുകളെ കൂടി ആ സ്ത്രീ വിളിച്ചത്. അവരെല്ലാരും കൂടി ആ വീട്ടിലെത്തുമ്പോൾ വീടിന്റെ മുൻവശത്തെ വാതിൽ ചാരിയിട്ടേ ഉള്ളൂ. ശരിക്കും ആ ചാരിയിരിക്കുന്ന വാതിലിനിടയിലൂടെ എങ്ങനെ ആ കുഞ്ഞ് പുറത്തിറങ്ങി എന്നുള്ളത് വല്ലാത്തൊരു അതിശയം ഉണ്ടാക്കുന്ന ചോദ്യമാണ്. ആ കുഞ്ഞ് പുറത്തിറങ്ങിയതിന് ശേഷം ആ വാതിൽ സാവധാനം അടഞ്ഞതാകണം. അവര് വാതിൽ തള്ളി തുറക്കുമ്പോൾ അകത്ത് പ്രത്യേകിച്ച് അവർക്ക് ഒന്നും കാണാൻ പറ്റിയില്ല. ആ ടീം ആ കുഞ്ഞുമായി അകത്തേക്ക് നടക്കുമ്പോൾ ഉറക്കെ വിളിക്കുന്നുണ്ട്. ചിലർ മോളി ചേച്ചി എന്ന് വിളിക്കുന്നുണ്ട്, ചിലർ മോളി എന്ന് വിളിക്കുന്നുണ്ട്, നീനു എന്ന് വിളിക്കുന്ന ആളുകളുമുണ്ട്. അങ്ങനെ വിളിച്ചുകൊണ്ട് അവർ അകത്തേക്ക് കിടക്കുമ്പോൾ അവരുടെ ശ്രദ്ധ ബെഡ്റൂമിലേക്ക് പതിഞ്ഞു. ബെഡ്റൂമിലേക്ക് ഒന്ന് നോക്കിയ ആ ആളുകൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിത്തരിച്ചു പോവുകയാണ്. അവിടെ അടുത്തടുത്തുള്ള 2 ബെഡുകളിലായി മോളിയും നീനുവും രക്തത്തിൽ കുളിച്ചു കിടക്കുകയാണ്. അവരുടെ വസ്ത്രങ്ങളൊക്കെ അവരുടെ ദേഹത്ത് ഏതാണ്ട് ഇല്ലാത്ത പോലെയാണ്. ആ രംഗം കണ്ട് ഭയന്നുപോയ ആ സ്ത്രീകൾ ഉടൻ പുറത്തേക്ക് ഓടിയിറങ്ങി സമീപത്തുള്ള വീടുകളിലൊക്കെ വിവരം അറിയിച്ചു. പെട്ടെന്ന് വാർത്ത എല്ലാ ഭാഗത്തേക്കും ഓടിയെത്തുകയാണ്. ആരൊക്കെയോ എറണാകുളത്തുള്ള മോളുടെ മകനെയും വിവരം വിളിച്ചു പറഞ്ഞു. മോളുടെ മരുമകൻ, അതായത് നീനുവിന്റെ ഭർത്താവ്, ഈ സമയത്ത് തിരുപ്പൂരാ ഉള്ളത്. തിരുപ്പൂരുള്ള പുള്ളിയും ഉടനെ ആരും വിവരം അറിയിച്ചു. ആളുകൾ നീനുവിന്റെ ഹസ്ബൻഡിനെയും നീനുവിന്റെ ബ്രദറിനെയും വിവരം അറിയിക്കുമ്പോഴേക്കും വണ്ടിപ്പെരിയാറിൽ നിന്ന് പോലീസ് സ്ഥലത്തെത്തി. ശരിക്കും രാവിലെ അവർ കേട്ട വാർത്ത അക്ഷരാർത്ഥത്തിൽ പോലീസിനെ ഞെട്ടിച്ചിരിക്കുകയാണ്. പോലീസ് സംഭവ സ്ഥലത്ത് എത്തുമ്പോൾ സമയം ഏകദേശം 8 മണിയായിട്ടു. ഈ സമയമായപ്പോൾ ഒരുപാട് ആളുകൾ അവിടെ തടിച്ചു കൂടിക്കഴിഞ്ഞു. അകത്ത് നീനുവും മോളിയും ഏതവസ്ഥയിലാണ് തങ്ങൾ കണ്ടതെന്നുള്ള കാര്യം പുറത്തേക്കുന്ന ആളുകൾ പുതുതായി അവിടെ എത്തുന്ന ആളുകളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വരുന്നവരാരും അകത്തേക്ക് കയറുന്നില്ല. പോലീസ് വരാൻ വേണ്ടി അവർ കാത്തു നിൽക്കുമ്പോഴാണ് പോലീസ് സംഘം എത്തിയത്. പോലീസ് അകത്തേക്ക് കടന്നു. അകത്തെ കാഴ്ച ആ പോലീസുകാരെ പോലും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. ഏകദേശം ഒരു 25 വയസ്സിനകത്ത് മാത്രമേ നീനുവിന് പ്രായം വരൂ. അവിടെ അമ്മയ്ക്ക് ഒരു 48-50 വയസ്സിനകത്ത് പ്രായം വരും. ആ 2 സ്ത്രീകളും കിടക്കുന്ന കാഴ്ച ഒരു കാര്യം വിളിച്ചു പറയുകയാണ്. അവർ 2 പേരും ക്രൂരമായ റേപ്പിന് വിധേയമായിട്ടുണ്ട്. റേപ്പ് ചെയ്തവർ അവരെ തലക്കടിച്ചും വെട്ടിയും കൊലപ്പെടുത്തിയിരിക്കുകയാണ്. കത്തി കൊണ്ട് തലക്ക് വിലങ്ങ് വെട്ടിയിട്ടുണ്ട്. 2 പേരുടെയും നെഞ്ചിലേക്ക് നോക്കുമ്പോൾ തന്നെ ഒരു കാര്യം വ്യക്തമാണ്, നെഞ്ച് ഇടിച്ച് പൊട്ടിച്ചിരിക്കുകയാണ്. അതീവ ക്രൂരമായി ആ സ്ത്രീകളെ കൊലപ്പെടുത്തിയ ആ ആളുകൾ കൊല ചെയ്യുന്നതിന് മുമ്പ് അവര് റേപ്പ് ചെയ്തു എന്ന് വ്യക്തമാണ്. അതാണ് ആ സീൻ കാണുന്ന നിമിഷത്തിൽ പോലീസുകാർക്ക് തോന്നിയ കാര്യം. വിവരം അവര് ഓൺ ദ വേ തന്നെ ഹയർ ഒഫീഷ്യൽസിന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡോഗ് സ്ക്വാഡും ഫോറൻസിക് വിഭാഗവും സംഭവ സ്ഥലത്ത് എത്തുമ്പോൾ സമയം ഏകദേശം ഒരു 11:30-12 ഇതിനിടയിൽ പോലീസ് ആ ക്രൈം സീനൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷം സമീപത്തുള്ള ആളുകളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുകയാണ്. എന്താണ് സംഭവിച്ചതെന്നതിനെ കുറിച്ച് ആളുകൾക്കോ പോലീസിനോ ഒരു വിവരവുമില്ല. കൊല നടത്തിയിരിക്കുന്ന ആളുകൾ ആരാണെന്നാണ് ഇനി അറിയേണ്ടത്. ഏകദേശം ഈ സമയമായപ്പോൾ നീനുവിന്റെ സഹോദരൻ എറണാകുളത്ത് നിന്ന് അവിടെ എത്തി. അവൻ എത്തുമ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ നടക്കുകയാണ്. ഫോറൻസിക് വിഭാഗക്കാര് തെളിവുകൾ ശേഖരിച്ചു തുടങ്ങി. ധാരാളം വിരലടയാളങ്ങളും അനുബന്ധ തെളിവുകളൊക്കെ അവിടെ ഉണ്ട്. തെളിവുകൾ മായ്ക്കാനെന്നുമുള്ള ഒരു ശ്രമവും അവിടെ നടന്നിട്ടില്ല. ആ ഫോറൻസിക് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ നീനുവിന്റെ ബ്രദറിനെ അകത്തേക്ക് വിളിച്ചു. മോളി കിടക്കുന്ന ആ കട്ടിലിന്റെ അടിയിലായി ഒരു അണ്ടർവെയർ കിടപ്പുണ്ട്. അത് ആരുടേതാണ് എന്ന ചോദ്യം അവർ ഉന്നയിച്ചതും നീനുവിന്റെ ബ്രദർ ആ കാര്യം പറഞ്ഞു. ആ വീട്ടിലെ ആരുടേതുമല്ല ആ അണ്ടർവെയർ. ആ മറുപടി കേട്ടതും ഫോറൻസിക് ടീം ആ അണ്ടർവെയർ വളരെ സൂക്ഷ്മമായി എടുത്ത് ഒരു കവറിലോട്ട് മാറ്റി.
ആ റേപ്പ് നടത്തിയിരിക്കുന്ന ആരുടെയോ ആണ് ആ അണ്ടർവെയർ. അതിൽ നിറയെ രോമം പറ്റിപ്പിടിച്ചിരിപ്പുണ്ട്. ആ കുറ്റകൃത്യം ചെയ്ത ആളിലേക്ക് നയിക്കാൻ കഴിയുന്ന ഒരു തെളിവ് വളരെ കൃത്യമായിട്ട് തന്നെ ആ അണ്ടർവെയറിന്റെ രൂപത്തിൽ പോലീസിന് കിട്ടിയിരിക്കുകയാണ്. ഫോറൻസിക് വിഭാഗം അതിസൂക്ഷ്മമായിട്ട് തെളിവുകൾ ശേഖരിക്കുകയാണ്. നേരത്തെ പോലീസ് ഒറ്റനോട്ടത്തിൽ മനസ്സിലാക്കിയ കാര്യം തന്നെയാണ് അവരും ഇപ്പൊ പോലീസിനോട് പറയുന്നത്. ക്രൂരമായ റേപ്പിന് ശേഷമാണ് ആ 2 സ്ത്രീകളെയും കൊന്നിരിക്കുന്നത്. ആ 2 സ്ത്രീകളെയും മാറി മാറി റേപ്പ് ചെയ്തിട്ടുണ്ട്. ഒന്നിലധികം പുരുഷന്മാരുടെ ഇടപെടൽ അവരുടെ ബോഡിയിൽ കാണാൻ പറ്റുന്നുണ്ട്. അകത്ത് ഇൻക്വസ്റ്റ് നടപടികളും ഫോറൻസിക് പരിശോധനയൊക്കെ നടക്കുമ്പോൾ പുറത്ത് ആളുകളിൽ നിന്ന് വിവരം ശേഖരിക്കുന്ന പോലീസ് പല കാര്യങ്ങളും ചോദിച്ചറിയുകയാണ്. അപരിചിതരാരെങ്കിലും കഴിഞ്ഞ രാത്രിയിൽ, അതായത് 2ാം തീയതി രാത്രി അവിടെ വന്നിട്ടുണ്ടോ എന്നാണ് പോലീസ് തിരക്കുന്നത്. അങ്ങനെ തിരക്കുമ്പോൾ ആരും തന്നെ രാത്രിയിൽ അവിടെ ആരും വന്നതായി ഓർക്കുന്നതേയില്ല. ശബ്ദമൊന്നും കേട്ടതായും ആരും ഓർക്കുന്നില്ല. ശബ്ദം കേട്ടില്ല എന്ന് പറയുമ്പോൾ അതിനൊരു അർത്ഥമുണ്ട്. 2 സ്ത്രീകളും ഒരേ സമയം റേപ്പ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. 2 പേര് മിനിമം ആ സംഭവത്തിന്റെ ഭാഗമായി ഉണ്ടാകണം. രാത്രിയിൽ ശബ്ദമുണ്ടാക്കാതെ ആ 2 സ്ത്രീകളെയും റേപ്പ് ചെയ്തത് ആരായിരിക്കാം? സമീപത്ത് താമസിക്കുന്ന ആളുകളിൽ നിന്ന് രാത്രി അവിടെ ആരും എത്തിയിട്ടില്ല എന്ന കാര്യം ബോധ്യപ്പെട്ട പോലീസ് സംഘം പതുക്കെ കൂടുതൽ കാര്യങ്ങൾ തിരക്കി തുടങ്ങി. പോലീസ് അവരോട് ചോദിച്ചു, രാത്രിയിൽ ആരെയും നിങ്ങൾ കണ്ടിട്ടില്ല, പകല് പരിചയമില്ലാത്ത ആരെങ്കിലും നിങ്ങൾ കണ്ടിരുന്നു? പരിചയമില്ലാത്ത ആളുകളെ കണ്ടോ എന്ന ചോദ്യത്തിന് ഉത്തരമായി ഒരു സ്ത്രീ പറഞ്ഞു, പരിചയമില്ലാത്ത ആരും ഇവിടെ വന്നില്ല, പക്ഷെ പരിചയക്കാരനായ ഒരാളെ ഇന്നലെ രാവിലെ ഞാൻ കണ്ടിരുന്നു. ആരാ സർ? അതൊരു രാജേന്ദ്രനാണ്. രാജേന്ദ്രനോ? അയാൾ ആരാ സർ? അയാള് ലേശം ഒരു കുഴപ്പക്കാരനാണ്, അതുകൊണ്ട് ഞാൻ വീട്ടിൽ കയറ്റിയില്ല. അയാൾ ഏകദേശം ഒരു 11 മണി കഴിഞ്ഞപ്പോഴാണ് എന്നോടൊരു കാര്യം ചോദിച്ചത്. എന്ത് കാര്യം? അയാൾ ചോദിച്ചത് എൻ്റെ വീട്ടില് മക്കളാരും ഇല്ലെന്നാണ്. ഞാൻ അവർ പള്ളിയിൽ പോയിരിക്കുകയാണ്, ഇപ്പോൾ വരുമെന്ന് പറഞ്ഞു. അപ്പൊ അയാൾ ചോദിക്കുകയാണ്, എൻ്റെ മരുമകൻ ജോണി എപ്പോൾ വരുമെന്ന്. ഞാൻ മരുമകൻ അല്പസമയം കഴിയുമ്പോൾ ജോലി കഴിഞ്ഞ് വരുമെന്ന് പറഞ്ഞു. അയാള് അത് കേട്ടതൊന്ന് പോവുകയും ചെയ്തു. അയാള് ജോണി എന്തിനാ തിരക്കിയത്? അതറിയില്ല സാർ, അത് അയാളോട് തിരക്കിയാലേ അറിയാൻ പറ്റും. തലേദിവസം രാവിലെ 11 മണിക്ക് രാജേന്ദ്രൻ എന്ന ആള് ആ വീട്ടിലെത്തി ആ വീട്ടിലെ ജോണിയെ കുറിച്ചും മക്കളെ കുറിച്ചും തിരക്കിയിരുന്നു. ആ ഒരു ചെറിയ ഇൻഫർമേഷൻ ആണ് ഇപ്പൊ പോലീസിന് കിട്ടിയിരിക്കുന്നത്. പോലീസ് ആ സ്ത്രീയിൽ നിന്ന് അടുത്ത സ്ത്രീയിലേക്ക് എത്തുമ്പോൾ ആ സ്ത്രീ വേറൊരു കാര്യം പോലീസിനോട് പറഞ്ഞു. ആ സ്ത്രീയുടെ വീട്ടിലും രാജേന്ദ്രൻ എത്തിയിരുന്നു. അപ്പൊ സമയം ഏകദേശം ഒരു 11:15 മണിയാവും. 11:15, 11:30 രാജേന്ദ്രൻ ആ സമയത്ത് ചോദിച്ചത് മോളിയുടെയും നീനുവിന്റെ വീട്ടിലെ ചില കാര്യങ്ങളാണ്. നീനുവിന്റെ ഹസ്ബൻഡ് എവിടെ പോയെന്നാണ് അയാൾ തിരക്കിയത്. ഞാൻ നീനുവിന്റെ ഹസ്ബൻഡ് തിരുപ്പൂരിലാണെന്നുള്ള കാര്യം അയാളോട് പറഞ്ഞു. അപ്പൊ അയാൾ ചോദിക്കുകയാണ്, നീനുവിന്റെ സഹോദരൻ എവിടെയാണ്? ഞാൻ അവൻ എറണാകുളത്താണെന്ന് പറയുകയും ചെയ്തു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ അവൻ അങ്ങ് പോവുകയും ചെയ്തു. അവൻ എന്തോ ആൾക്കാരെ സംഘടിപ്പിക്കാനായി ഇറങ്ങിയതുപോലെ അവന്റെ ചോദ്യം കേട്ടപ്പോൾ എനിക്ക് തോന്നിയിരുന്നു. അവൻ കോറി വർക്ക് ചെയ്യുന്ന ആളാണല്ലോ. കോറിയിലോ? ഏത് കോറിയില് സാർ? എരിമേലി ഭാഗത്ത് കണ്ട ഏതോ കോറിയിലാവും വർക്ക് ചെയ്യുന്നത്. ആള് മിക്കവാറും വെള്ളമാണ്, എന്നാലും നല്ല പണിക്കാരനാണെന്ന് തോന്നുന്നു. ആ സ്ത്രീ പറഞ്ഞ കാര്യം കേട്ടപ്പോൾ പോലീസിന് ഒരു കാര്യം ബോധ്യമായി. രാജേന്ദ്രൻ എന്ന ആള് 11, 11:15, 11:30 1-2 വീടുകളിൽ ഒരു അന്വേഷണം നടത്തിയിട്ടുണ്ട്. അവൻ എന്തിനാണ് ആ അന്വേഷണം നടത്തുന്നുള്ള വിവരം അറിയണം. അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് പോലീസ് നോട്ട് ചെയ്യുമ്പോൾ അകത്ത് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിക്കപ്പെട്ടു. ബോഡി അവിടെ നിന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. പോസ്റ്റ്മോർട്ടം നടപടികൾ അവിടെയാണ് നടക്കേണ്ടത്. ആ 2 ബോഡികളും ആംബുലൻസിൽ വണ്ടിപ്പെരിയാറിൽ നിന്ന് കോട്ടയത്തേക്ക് പോകുന്ന ആ സമയത്ത് ശരിക്കും ആളുകൾക്ക് വല്ലാത്തൊരു വേദന അനുഭവപ്പെടുകയാണ്. ഈ സമയമായപ്പോ തിരുപ്പൂരിൽ നിന്ന് നീനുവിന്റെ ഹസ്ബൻഡും സ്ഥലത്തെത്തിയിട്ടുണ്ട്. നീനുവിന്റെ സഹോദരനും ഹസ്ബൻഡിനും ഒക്കെ കരച്ചില് അടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവർ അലറി കരയുമ്പോൾ അവരുടെ കൺമുന്നിലൂടെയാണ് ആ ഡെഡ് ബോഡികൾ കോട്ടയത്തേക്ക് കൊണ്ടുപോകുന്നത്. ഈ സമയത്ത് അവിടെ വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ ഒരുപാട് ആളുകളുണ്ട്. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ഡോക്യുമെന്റേഷൻ നടക്കുമ്പോൾ അത് സൈൻ ചെയ്തത് പോലും പഞ്ചായത്ത് പ്രസിഡന്റാണ്. ആ അണ്ടർവെയറുമായി ബന്ധപ്പെട്ട കേസ് സൈൻ ചെയ്തത് നീനുവിന്റെ ബ്രദർ തന്നെയാണ്. അങ്ങനെ ഓരോ ആളുകളും അവിടെ നിന്ന് കിട്ടിയ തെളിവുകളും ക്രൈം സീനും ഒക്കെ പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് വായിച്ച് കേട്ട് ബോധ്യപ്പെട്ട് സൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ പ്രക്രിയ അങ്ങനെ നടക്കുമ്പോൾ അന്വേഷണ സംഘം ആ പ്രതികൾ ആര് എന്നതിനെ കുറിച്ചുള്ള വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കുകയാണ്. 2-ാം തീയതി പകല് ആ ഭാഗത്ത് എരിമേലി കോറിയിൽ ജോലി ചെയ്യുന്ന രാജേന്ദ്രൻ എന്ന ആള് വന്നിരുന്നു എന്നതല്ലാതെ മറ്റു വിവരങ്ങളൊന്നും പോലീസിന് ഇതുവരെയും കിട്ടിയിട്ടില്ല. പോലീസിന് ഇപ്പൊ ഒരു കാര്യം അറിയാം, അവിടെ ആ ആക്രമണം നടത്തിയ ആളുകൾ അവിടെ ഉള്ളവരല്ലെങ്കിൽ ദൂരെ നിന്ന് വന്നവരാകും. അങ്ങനെയാണെങ്കിൽ അവര് എത്താൻ സാധ്യതയുള്ളത് 57-ാം മൈലിലാണ്. അവിടെ നിന്ന് നടന്നു വേണം ഈ ഭാഗത്തേക്ക് വരാൻ. 57-ാം മൈൽ വഴിയാണ് ബസ് കടന്നു പോകുന്നത്. 57-ാം മൈലിലേക്ക് അങ്ങനെയാണ് പോലീസ് എത്തുന്നത്. അവിടെ ഒരു ചായക്കടയുണ്ട്. അമൽരാജിന്റെ ആ ചായക്കട ശരിക്കും പ്രസിദ്ധമാണ്. മോളിന്റെയും നീനുവിന്റെയും വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ അനവധി വീടുകളുണ്ട്. അവിടേക്ക് പോകുന്ന ആളുകളൊക്കെയും ഈ ചായക്കടയിൽ വന്ന് ചായ കുടിച്ചിട്ടായിരിക്കും മിക്കവാറും നടക്കുക. ചായക്കടയിൽ അവിടെ നിന്ന് ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ നടന്നാലേ പലർക്കും വീടുകളിൽ എത്താൻ പറ്റും. പലരും വീടുകൾ നല്ല ദൂരത്തിലായിരിക്കും. ഇന്നത്തെ പോലെ വാഹനങ്ങൾ ലഭ്യമാകുന്ന ഒരു കാലഘട്ടമല്ല അത്.
അമൽരാജിന്റെ കടയിലെത്തിയ പോലീസ് 2-ാം തീയതി അപരിചിതർ ആരെങ്കിലും ആ ചായക്കടയിൽ വന്നിരുന്നോ എന്നുള്ള അന്വേഷണം ആരംഭിച്ചു. അങ്ങനെ ചോദിക്കുമ്പോഴാണ് അമൽരാജ് ഒരു കാര്യം പോലീസിനോട് പറയുന്നത്. സർ, രാവിലെ ഒരു 10:11 സമയത്ത് ഒരു ഓട്ടോറിക്ഷയിൽ 2 പേര് ഇവിടെ വന്നിരുന്നു. ഒന്ന് ആ രാജേന്ദ്രനും മറ്റൊന്ന് രാജേന്ദ്രന്റെ കൂട്ടുകാരൻ ജോമോനുമാണ്. അവർ 2 പേരും കൂടി ഇവിടെ ഇരുന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ജോമോന്റെ ഭാര്യ ഇവിടെ വരുന്നത്. അവള് ജോമോനെ ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ വിളിക്കാൻ വന്നതാണ്. അവൾ പോയി കഴിഞ്ഞപ്പോൾ ജോമോനും രാജേന്ദ്രനും കൂടി അവളുടെ വീട്ടിലേക്ക് പോയിരുന്നു. സർ, പിന്നീട് ഞാൻ അവരെ കാണുന്നത് രാത്രിയാണ്. അപ്പൊ സമയം ഏകദേശം ഒരു 8 മണിയാവും. ആ സമയത്ത് കടയിലെ പെട്രോമാക്സിന്റെ പ്രകാശത്തിൽ ആ മുകളിൽ കാണുന്ന കലിങ്കിൽ അവർ 2 പേരും ഇരിക്കുന്നതായി ഞാൻ കണ്ടു. അവര് അവിടെ ഇരിക്കുമ്പോഴാണ് ബസ് വന്നത്. ബസ്സിൽ നിന്ന് ഇറങ്ങിയ മോളമ്മ ഇവിടെ വന്ന് ചായ കുടിച്ചായിരുന്നു. മോളമ്മ ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞതും അവളുടെ വീട്ടിലേക്ക് ഇവിടെ നിന്ന് നടന്നുപോയി. അവള് നടന്നു പോയി അല്പസമയം കഴിഞ്ഞപ്പോൾ ഞാൻ ആ പെട്രോമാക്സിന്റെ വെളിച്ചത്തിൽ മറ്റൊരു കാഴ്ച കണ്ടു. ഞാൻ നേരത്തെ പറഞ്ഞ ആ രാജേന്ദ്രനും ജോമോനും കൂടി മോളമ്മ പോകുന്ന അതേ വഴിയെ പോകുന്നതിനെ കണ്ടായിരുന്നു. ഏകദേശം ഒരു മണിക്കൂർ ആകാറായപ്പോൾ മോളമ്മ ഓടി ഇവിടേക്ക് വന്നു. അവൾ പറഞ്ഞത് അവളുടെ വീട്ടിന്റെ അടുത്ത് ആരുടെ കാൽപ്പെരുമാറ്റം കേട്ടെന്നും വീട്ടിലേക്ക് ആരോ കല്ല് വലിച്ചെറിഞ്ഞ ശബ്ദമുണ്ടായിരുന്നുമാണ്. അങ്ങനെ ഭയന്നുപോയി അവൾ അവിടെ നിന്ന് ഓടി ഇവിടേക്ക് വരികയായിരുന്നു. അമൽരാജ് പറഞ്ഞ കഥ കേട്ടതും പോലീസ് സംഘം മോളമ്മയെ വിളിപ്പിച്ചു. മോളമ്മ അവളുടെ അനുഭവം പങ്കുവച്ചു. അവൾ 2-ാം തീയതി രാത്രി 8 മണി കഴിഞ്ഞപ്പോഴാണ് ബസ്സിൽ അവിടെ വന്ന് ഇറങ്ങുന്നത്. അവിടെ ഇറങ്ങിയാൽ ഉടൻ നേരെ പോയി അമൽരാജിന്റെ കടയിൽ നിന്ന് ഒരു ചായ കുടിക്കുന്ന പതിവ് അവൾക്കുണ്ട്. അതുപോലെ അവൾ അവിടെ എത്തി ചായ കുടിച്ചു. ചായ കുടിച്ചതിന് ശേഷം അവള് അവളുടെ വീട്ടിലേക്ക് ആ വഴിയിലൂടെ നടക്കുമ്പോൾ അവൾ ആരോ ഫോളോ ചെയ്യും പോലെ അവൾക്ക് തോന്നി. അവള് തിരിഞ്ഞു നോക്കിയപ്പോൾ ആരെയും കണ്ടില്ല. ഭയന്നുപോയ മോളമ്മ അതിവേഗം ഓടി അവൾ വീട്ടിലെത്തുകയായിരുന്നു. വീട്ടിലെത്തുമ്പോൾ അവളുടെ ഹൃദയം ശരിക്കും പടപട പിടിക്കുന്നുണ്ടായിരുന്നു. അവള് രാത്രി ഭക്ഷണം കഴിച്ച ആ സമയത്ത് പുറത്ത് കോലായിൽ ആരോ നടക്കും പോലെ ഒരു ശബ്ദം കേട്ടു. അവളുടൻ പുറത്തേക്ക് നോക്കി വിളിക്കുകയും ചെയ്തു, ആരാത്, ആരവിടെ? അങ്ങനെ 1-2 തവണ ഉറക്കെ വിളിച്ചു ചോദിച്ചിട്ടും പുറത്തുനിന്ന് മറുപടി ഒന്നും ഉണ്ടായില്ല. പക്ഷെ അല്പസമയം കഴിഞ്ഞപ്പോൾ അവളുടെ വീടിൽ കല്ലുകൾ വന്ന് പതിക്കുന്ന ശബ്ദം അവൾ കേട്ടു. ശരിക്കും ഭയന്നുപോയി അവൾ അല്പനേരം നിശബ്ദയായിരുന്നിട്ട് വീടിലെ പുറകിലെ വാതിൽ തുറന്ന് ആ വീടിന്റെ പുറകെ കൂടി മരങ്ങൾക്കിടയിലൂടെ ഓടി ഈ മെയിൻ റോഡിലേക്ക് വരികയായിരുന്നു. അവിടേക്ക് ഓടിയെത്തി അവൾ ചായക്കടക്കാരൻ അമൽരാജിനോട് കാര്യം പറഞ്ഞു. അപ്പൊ അമൽരാജ് പറഞ്ഞു, സാറവിടെ നീ ഇവിടെ ഇരുന്നോ, 11 മണിയാകുമ്പോൾ നിന്റെ ഭർത്താവ് വരുമല്ലോ, പുള്ളിയോടൊപ്പം ഇനി പോയാൽ മതി. അങ്ങനെ അമൽരാജ് പറഞ്ഞതുകൊണ്ട് അവൾ ആ കടയിലിരുന്നു. കുറെ കഴിഞ്ഞപ്പോൾ അമൽരാജിന്റെ ഭാര്യ വന്ന് അവളെ വിളിച്ച് അമൽരാജിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. പിന്നീട് ഹസ്ബൻഡ് വന്നപ്പോഴാണ് ഹസ്ബൻഡിനൊപ്പം അവളുടെ വീട്ടിലേക്ക് മടങ്ങുന്നത്. നിന്നെ ഫോളോ ചെയ്ത ആളുകൾ ആരാണെന്ന് അറിയാവൂ? സർ, അവർ സംസാരിക്കുന്നത് ഞാൻ കേട്ടായിരുന്നു. എനിക്ക് അവരുടെ ശബ്ദം കേട്ടാൽ മനസ്സിലാവും. രാത്രിയിൽ പുറകിൽ 2 പേര് സംസാരിക്കുന്ന കേട്ട് അവൾ തിരിഞ്ഞു നോക്കിയപ്പോൾ ആ ആളുകളെ കണ്ടിരുന്നില്ല. എന്നാലും ആ സംഭാഷണം കേട്ടാൽ മനസ്സിലാകുമെന്നാണ് മോളമ്മ പോലീസിനോട് പറഞ്ഞത്. രാജേന്ദ്രനും ജോമോനും രാവിലെ ബസ്സിൽ അവിടെ എത്തിയെന്നും അതിനുശേഷം 2 പേരും കൂടി ജോമോന്റെ വീട്ടിലേക്ക് പോയെന്നുമാണ് തുടക്കത്തിൽ അമൽരാജ് പറഞ്ഞിരിക്കുന്നത്. അമൽരാജ് പറയുന്ന ആ കഥയും മോളിയുടെ നീനുവിന്റെ വസതിക്ക് സമയമുള്ള ആളുകൾ പറയുന്ന കഥയും തമ്മിൽ ഒരു പൊരുത്തക്കേട് പോലീസിന് ഫീൽ ചെയ്തു. ഏകദേശം ഒരു 11:30 മണിയോടടുപ്പിച്ച് രാജേന്ദ്രനെ മോളിയുടെ വീടിനടുത്ത് കണ്ടുവെന്നാണ് 2 ആളുകൾ പറഞ്ഞിരിക്കുന്നത്. മോളിയുടെ വീടിന്റെ അയൽപക്കത്തുള്ള അവരുടെ വീടുകളിൽ എത്തിയ രാജേന്ദ്രൻ അവരോട് സംസാരിച്ച കാര്യങ്ങളൊക്കെ അവർ നേരത്തെ പോലീസിനോട് സൂചിപ്പിച്ചിരുന്നു. പക്ഷെ ഇപ്പൊ അമൽരാജ് പറയുന്ന കഥ അനുസരിച്ചാണെങ്കിൽ ജോമോന്റെ വീട്ടിലേക്ക് ആകില്ല രാജേന്ദ്രനും ജോമോനും പോയത്. അവര് ചിലപ്പോ 2ആയി പിരിഞ്ഞാണ്. ജോമോന്റെ വീട്ടിലേക്കും രാജേന്ദ്രൻ നേരത്തെ പറഞ്ഞ മോളി നീനും താമസിക്കുന്ന ആ വീടിന് സമീപത്തുള്ള ആളുകളുടെ അടുത്തേക്കായിരിക്കും പോയത്. എന്തായാലും രാജേന്ദ്രനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി പോലീസ് സംഘം എരിമേലിയിലുള്ള ആ കോറിയിലെത്തി. രാജേന്ദ്രൻ തിങ്കൾ മുതൽ ശനി വരെ ആ കോറിയിൽ വർക്ക് ചെയ്യും. എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം പണം വാങ്ങി അവങ്ങ് പോകും. ഈ കഴിഞ്ഞ ആഴ്ചയിൽ അവൻ ശനിയാഴ്ച വൈകിട്ട് 1300 രൂപ ആ കോറിക്കാരൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊണ്ടാ പോയത്. പിന്നീട് അവൻ മടങ്ങി വരുന്നത് തിങ്കളാഴ്ചയാണ്. തിങ്കളാഴ്ച എന്ന് പറയുമ്പോൾ 3-ാം തീയതി. 3-ാം തീയതി രാവിലെ അവൻ കോറിയിലെത്തുമ്പോൾ അവന്റെ കയ്യിൽ മുറിവുണ്ടായിരുന്നു, പോറലുകൾ. എന്തു പറ്റിയടാ എന്ന് രാജേന്ദ്രനോട് കോറിക്കാരൻ ചോദിച്ചതും, ആണാ ഞാൻ വരുന്ന വഴിക്ക് കാല് തന്നെയൊന്ന് വീണോ? നീ ഒരു കാര്യം ചെയ്യ്, ആദ്യം പോയി ഡോക്ടറെ കാണും. അങ്ങനെ പറഞ്ഞ കോറിക്കാരൻ അവന് 100 രൂപ കൊടുക്കുകയും ചെയ്തു. അവൻ ആ പൈസയുമായിട്ട് ഡോക്ടറെ പോയി കണ്ടതിന് ശേഷം വീണ്ടും കോറിയിലേക്ക് മടങ്ങിയെത്തിയിരുന്നു. കോറിയിൽ മടങ്ങിയെത്തിയ അവൻ അന്ന് പിന്നെ ജോലിയൊന്നും ചെയ്തില്ല. പിറ്റേ ദിവസം രാവിലെ വീണ്ടും അവൻ വന്നു, അതായത് ചൊവ്വാഴ്ച അവിടെ എത്തി അവന് അന്നും കോറി ഉടമ 100 രൂപ കൊടുത്തു. ആ 100 രൂപയുമായി അവൻ അന്നും ഡോക്ടറെ കാണാൻ പോയി. അതിനുശേഷം രാജേന്ദ്രൻ ആ കോറിയിലേക്ക് വന്നിട്ടില്ല. 5-ാം തീയതി
രാജേന്ദ്രനെ തിരക്കി ആ എരുമേലി കോറിയിലെത്തിയ പോലീസിനോട് ആ കോറിക്കാരൻ പറഞ്ഞ മറുപടി അതാണ്. 4 തീയതി രാവിലെ ഡോക്ടറെ കാണാൻ പോയ രാജേന്ദ്രൻ പിന്നീട് മടങ്ങി വന്നിട്ടില്ല. രാജേന്ദ്രനെ കിട്ടിയാൽ ഈ ആളുകൾ പറയുന്ന കഥയുമായി രാജേന്ദ്രന് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് അറിയാൻ പറ്റും. അങ്ങനെ പോലീസ് കരുതിയത് കൊണ്ടാണ് ശരിക്കും കോറിയിലേക്ക് പോലീസ് എത്തിയത്. എന്തായാലും കോറിയിൽ എത്തിയ പോലീസിന് അവിടെ നിന്ന് രാജേന്ദ്രനെ കിട്ടിയില്ലെങ്കിലും രാജേന്ദ്രനെ പോലീസ് രാജേന്ദ്രന്റെ വീടിന് സമീപത്ത് നിന്ന് പൊക്കി. രാജേന്ദ്രനെ പൊക്കിയ പോലീസ് അയാളെ മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയമാക്കുമ്പോൾ രാത്രി 9 മണി കഴിഞ്ഞ് 15 മിനിറ്റായി. ഡോക്ടർ രാജേന്ദ്രന്റെ വിരലുകൾ പരിശോധിക്കുമ്പോൾ വിരലിനകത്തൊക്കെ തൊലിയും രക്തമൊക്കെ പറ്റിപ്പിടിച്ചിരിപ്പുണ്ട്. അതൊക്കെ വളരെ സൂക്ഷ്മമായി ആ ഡോക്ടർ അടർത്തിയെടുത്തു. വണ്ടിപ്പെരിയാറിലെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലെ ഡോക്ടറാണ് ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അയാളുടെ നഖത്തിനകത്ത് പറ്റിപ്പിടിച്ചിരിക്കുന്ന രക്തവും അതുപോലെ തൊലിയൊക്കെ വളരെ സൂക്ഷ്മമായി ശ്രദ്ധിച്ച് പുറത്തെടുത്ത ഡോക്ടർ അതിനെ കവറുകളിലാക്കി. ശരിക്കും ശ്രമകരമായ ഒരു മെഡിക്കൽ പരിശോധനയിലേക്ക് രാജേന്ദ്രനെ കൊണ്ടുപോവുകയാണ്. അതിനുശേഷം രാജേന്ദ്രന്റെ പൊട്ടൻസി പരിശോധിക്കുന്ന പരിശോധനയാണ് നടത്തിയത്. രാജേന്ദ്രന്റെ പൊട്ടൻസി പരിശോധിക്കാനുള്ള പരിശോധന നടക്കുന്നതിന്റെ കാരണം അവരന്വേഷിക്കുന്ന കേസ് ഒരു റേപ്പ് കേസ് ആയതാണ്. 2 സ്ത്രീകളാണ് റേപ്പ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ആ റേപ്പ് ചെയ്ത ആളുകളുടെ കൂട്ടത്തിൽ ഒരാൾ രാജേന്ദ്രൻ ആയിരിക്കാനുള്ള ഒരു സാധ്യത നാട്ടുകാർ പറഞ്ഞു കേട്ട മൊഴികൾ അവലോകനം നടത്തുന്ന പോലീസിന് തോന്നുന്നുണ്ട്. 2 വീട്ടുകാർ രാജേന്ദ്രനെ മോളിയുടെ വീടിനടുത്ത് വെച്ച് കണ്ടിട്ടുണ്ട്. അവരുടെ വീടുകളിൽ രാജേന്ദ്രൻ വന്നപ്പോഴാണ് അവർ കണ്ടത്. അവർ രാജേന്ദ്രനെ കണ്ട് ഏകദേശം ഒരു 10-12 മണിക്കൂറുകൾ കഴിഞ്ഞതിന് ശേഷമാണ് ആ ക്രൈം നടന്നിരിക്കുന്നത്. അവർ രാജേന്ദ്രനെ കണ്ട് 12 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നടന്ന ക്രൈമുമായി രാജേന്ദ്രനെ കൂട്ടിമുട്ടിക്കാൻ പറ്റുമോ എന്നാണ് പോലീസ് നോക്കുന്നത്. എന്തായാലും രാവിലെ 11 മണിക്ക് ശേഷം മോളിയുടെ വീടിന് സമീപത്ത് രാജേന്ദ്രനെ കണ്ട ആളുകൾ ആരും തന്നെയില്ല. രാജേന്ദ്രനെ അതിനുശേഷം കണ്ടിരിക്കുന്നത് ആ ചായക്കടക്കാരനാണ്. അയാള് രാജേന്ദ്രനെ അതിനുശേഷം കണ്ടിരിക്കുന്നത് രാത്രി 8 മണിക്കാണ്. കലിങ്ങിന്റെ മുകളിൽ രാജേന്ദ്രനും രാജേന്ദ്രന്റെ കൂട്ടുകാർ ജോമോൻ ഇരിക്കുന്നതും അയാളുടെ കടയിലെ ആ പെട്രോമാക്സിന്റെ വെളിച്ചത്തിൽ അയാൾ കണ്ടത്. രാജേന്ദ്രന്റെ കടയിൽ നിന്ന് ഏകദേശം ഒരു 35 മീറ്റർ മാറിയാണ് മെയിൻ റോഡ്. ആ മെയിൻ റോഡിലാണ് കലിങ്ങുള്ളത്. അത്രയും ദൂരത്തിരിക്കുന്ന ഒരാളെ ആ പെട്രോമാക്സിന്റെ വെളിച്ചത്തിൽ കാണാൻ പറ്റുമോ എന്നതൊരു ചോദ്യമാണ്. സ്വാഭാവികമായിട്ടും അത് നാളെ രാജേന്ദ്രനെ ഈ കേസുമായി കണക്ട് ചെയ്ത് പോലീസ് കോടതിയിൽ എത്തിച്ചാൽ ഡിഫൻസ് ചോദ്യം ചെയ്യാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. അതല്ലാതെ രാജേന്ദ്രനെ കണ്ടു എന്ന് പറയാൻ കഴിയുന്ന ഒരു തെളിവും പോലീസിന് കിട്ടാതിരിക്കുമ്പോൾ ഒരു സ്ത്രീ പോലീസിനെ സമീപിച്ചു. അവളും 2-ാം തീയതി രാത്രി 8:30 മോളമ്മ ഇറങ്ങിയ അതേ ബസ്സിൽ നിന്ന് ഇറങ്ങിയ ആളാണ്. അവള് മോളമ്മ ചായ കുടിക്കാൻ പോയ സമയത്ത് വീട്ടിലേക്ക് നടന്നു കഴിഞ്ഞിരുന്നു. അങ്ങനെ നടന്നു പോകുന്ന സമയത്ത് അവൾ വളരെ യാദൃശ്യവശാൽ ഒരു ശബ്ദം കേട്ടു. ശബ്ദം കേട്ട ഭാഗത്തേക്ക് അവൾ നോക്കുമ്പോൾ അവള് 2 പേരെ കണ്ടിരുന്നു. അതിലൊരാള് പോലീസ് കാണിക്കുന്ന ഫോട്ടോയിലുള്ള രാജേന്ദ്രനാണെന്ന് അവൾക്ക് നല്ല ഉറപ്പാണ്. രാത്രിയിൽ അവൾ എങ്ങനെ ആ ആളുടെ മുഖം തിരിച്ചറിഞ്ഞു എന്ന ചോദ്യത്തിന് അന്ന് അത്യാവശ്യം പ്രകാശം ഉണ്ടായിരുന്നു എന്നാണ് അവളുടെ മറുപടി. എന്നാലും അവൾക്ക് ആ മുഖം ഓർമ്മയുണ്ട്. മറ്റേ കക്ഷിയെ കണ്ടാലും അവൾ തിരിച്ചറിഞ്ഞേക്കും. ജോമോനെ ഇപ്പോൾ പോലീസ് ജോമോന്റെ വീട്ടിലും ചുറ്റുവട്ടത്തൊക്കെ തിരക്കുന്നുണ്ട്. പക്ഷെ ജോമോൻ എവിടെ പോയെന്ന് ആ വീട്ടുകാർക്ക് അറിയില്ല. ഇതേ സമയത്ത് രാജേന്ദ്രന്റെ വീട്ടിൽ കൊണ്ടുവന്നിരുന്നു. രാജേന്ദ്രന്റെ വീട്ടിൽ പോലീസ് എത്തുമ്പോൾ അവിടെ രാജേന്ദ്രന്റെ ഭാര്യ ഉണ്ട്. രാജേന്ദ്രന് 3 മക്കളാണ് ഉള്ളത്. രാജേന്ദ്രന്റെ ഭാര്യയിൽ നിന്ന് പോലീസ് മൊഴി ശേഖരിച്ചു തുടങ്ങി. 1-ാം തീയതി അതായത് ശനിയാഴ്ച രാത്രി ഒരു 10 മണിയോടുകൂടി രാജേന്ദ്രൻ അവരുടെ വീട്ടിൽ ചെന്നിരുന്നു. അവിടെ എത്തി ഭക്ഷണം കഴിച്ചതിന് ശേഷം രാജേന്ദ്രൻ അവിടെ നിലത്ത് വിരിച്ചിരിക്കുന്ന പായിൽ കിടന്നുറങ്ങുകയും ചെയ്തു. എന്തുകൊണ്ടാ രാജേന്ദ്രൻ പായിൽ കിടന്ന് ഉറങ്ങുന്നത് എന്ന ചോദ്യം പോലീസ് ചോദിച്ചതും ആ സ്ത്രീ അതിന്റെ കാരണവും പറഞ്ഞു. രാജേന്ദ്രൻ ശരിക്കും നന്നായി മദ്യപിക്കും. എത്ര പറഞ്ഞിട്ടും മദ്യപാനം നിർത്താതെ വന്നപ്പോൾ അവരും രാജേന്ദ്രനും തമ്മിലുള്ള ബന്ധം അങ്ങ് ഉലഞ്ഞു. ഇപ്പൊ അവർ തമ്മിൽ ഭാര്യ ഭർത്തൃ ബന്ധമില്ല. രാജേന്ദ്രൻ ഒരു സ്ഥലത്തും അവർ വേറെ സ്ഥലത്തുമാണ് കിടക്കുന്നത്. പിറ്റേന്ന് രാവിലെ അതായത് 2-ാം തീയതി ഞായറാഴ്ച രാജേന്ദ്രൻ റോസ് നിറത്തുള്ള ഒരു ഷർട്ടും വെള്ള മുണ്ടും ധരിച്ച് അവിടുന്ന് ഇറങ്ങിപ്പോകുന്നത് അവർ കണ്ടിരുന്നു. പിന്നീട് രാജേന്ദ്രനെ അവർ കണ്ടതായി അവർ ഓർക്കുന്നില്ല. അങ്ങനെ അവർ പറഞ്ഞെങ്കിലും പോലീസ് അവിടെ നടത്തിയ തെരച്ചിലിൽ അവർക്ക് ആ റോസ് നിറത്തുള്ള ഷർട്ടും ആ വെള്ള മുണ്ടും കിട്ടി. ഈ സമയമായപ്പോൾ കോട്ടയത്ത് മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ കംപ്ലീറ്റ് ചെയ്ത് റിപ്പോർട്ടുകൾ റെഡിയായി. ഫോറൻസിക് വിഭാഗം അനുമാനിച്ചത് 100% ശരിവെക്കുന്ന ശൈലിയിലുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അതിക്രൂരമായി ആ 2 സ്ത്രീകളും റേപ്പ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ആ 2 സ്ത്രീകളെയും 1-ലധികം പുരുഷന്മാർ റേപ്പ് ചെയ്തിട്ടുണ്ട്. റേപ്പിന് ശേഷം അവരുടെ തല കമ്പിപ്പാര കൊണ്ട് അടിച്ച് പൊട്ടിച്ചിരിക്കുകയാണ്. കത്തി കൊണ്ട് ദേഹത്ത് ആഞ്ഞ് വെട്ടിയിട്ടുമുണ്ട്. അതിനു പുറമെ മുട്ടുകൾ കൊണ്ട് അവരുടെ നെഞ്ചിലേക്ക് ചാടി വീണ്
ഇടിച്ച് പൊട്ടിച്ചിട്ടുമുണ്ട്. വാരി എല്ലുകൾ അങ്ങനെയാണ് പൊട്ടിയിരിക്കുന്നത്. അതിക്രൂരമായ ശാരീരിക പീഡനം ആ സ്ത്രീകൾ മരിച്ചതിന് ശേഷവും അവരുടെ ബോഡികൾക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. മരിച്ചതിന് ശേഷം രണ്ടുപേരുടെ ബോഡിയിലും 5ലധികം മുറിവുകൾ ഉണ്ടായിട്ടുണ്ട്. ശരിക്കും സാഡിസ്റ്റുകളായ ആളുകൾ ചെയ്യുന്ന ശൈലിയിലാണ് ആ സ്ത്രീകളോട് ആ കൊലപാതകൾ പെരുമാറിയിരിക്കുന്നത്. ആ സ്ത്രീകളെ റേപ്പ് ചെയ്ത് കൊല നടത്തിയത് രാജേന്ദ്രനാണോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. രാജേന്ദ്രന്റെ കൂട്ടുകാരൻ ജോമോനെ കണ്ടുപിടിക്കാനായി പോലീസ് വലയൊക്കെ കാര്യമായി വിരിച്ചിരിക്കുകയാണ്. ജോമോൻ പിടികൊടുത്തിട്ടുമില്ല, രാജേന്ദ്രൻ കുറ്റം സമ്മതിച്ചിട്ടുമില്ല. രാജേന്ദ്രൻ കുറ്റം സമ്മതിച്ചിട്ടില്ലെങ്കിലും രാജേന്ദ്രനുമായി പോലീസ് സംഘം മോളിയുടെ വീട്ടിലെത്തി. രാജേന്ദ്രനും രാജേന്ദ്രന്റെ കൂട്ടാളിയും ചേർന്ന് ആ വീട്ടിൽ എങ്ങനെയാണ് ക്രൈം നടത്തിയതെന്ന് രാജേന്ദ്രൻ പോലീസിന് കാണിച്ചു കൊടുക്കേണ്ടതുണ്ട്. ആ ക്രൈം നടന്ന രീതിയൊക്കെ രാജേന്ദ്രൻ പറയുന്നത് സ്റ്റിൽ ഫോട്ടോഗ്രാഫേഴ്സും വീഡിയോഗ്രാഫേഴ്സും ചേർന്ന് ഒപ്പിയെടുക്കുന്നുണ്ട്. അതോടൊപ്പം തെളിവെടുപ്പ് പ്രക്രിയയും നടന്നു. ആ വീടിലെ പുറകുവശത്തായി വലിച്ചെറിയപ്പെട്ട ശൈലിയിൽ ഒരു കത്തിയും പിന്നീട് ഒരു പാരയൊക്കെ പോലീസ് കണ്ടെടുത്തു. അത് ഈ പറഞ്ഞ കൊലപാതകത്തിന് ഉപയോഗിച്ചവയാണോ എന്നറിയാനായി ഒരു ജെൽ ഡിഫ്യൂഷൻ ടെസ്റ്റ് അനിവാര്യമായി നടത്തണം. ആ ടെസ്റ്റുകളൊക്കെ നടക്കുന്നത് തിരുവനന്തപുരത്തെ ഫോറൻസിക് ലാബിലാണ്. നേരത്തെ ആ 2 സ്ത്രീകളുടെ ബോഡിയിൽ നിന്ന് കണ്ടെടുത്ത വസ്ത്രങ്ങൾ, അവരുടെ ബോഡിയിൽ നിന്ന് കളക്ട് ചെയ്ത സെമൻ, രാജേന്ദ്രനെ കിട്ടിയപ്പോൾ രാജേന്ദ്രന്റെ നഖത്തിനിടയിൽ നിന്ന് കിട്ടിയ തൊലിയും രക്തവും, ഇതെല്ലാം ട്രിവാൻഡ്രത്തെ ഫോറൻസിക് ലാബിലേക്ക് പരിശോധനയ്ക്കായി അയച്ചിരിക്കുകയാണ്. അവിടെ ഇതുപോലെ ധാരാളം കേസുകൾ വന്നുകൊണ്ടേയിരിക്കും. ആ കേസുകൾ പരിശോധിച്ച് ടെസ്റ്റ് റിപ്പോർട്ട് അവർ നൽകിയാലേ പോലീസിന് യഥാർത്ഥത്തിൽ മുന്നോട്ട് പോകാൻ പറ്റും. ഇപ്പോൾ രാജേന്ദ്രന്റെ മുകളിൽ പോലീസ് ആരോപിക്കുന്ന കഥ പത്രങ്ങൾ വഴി ജനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. പത്രങ്ങൾ വഴി ജനങ്ങളിലേക്ക് എത്തുന്ന കഥ അനുസരിച്ച് 2-ാം തീയതി രാത്രി 10 മണിക്കാണ് ജോമോനും രാജേന്ദ്രനും കൂടി മോളിയുടെ വീട്ടിലെത്തുന്നത്. അവര് മോളിയുടെ വീട്ടിന്റെ പുറകുവശത്തെ വാതിൽ വളരെ ബുദ്ധിപൂർവ്വം തുറന്ന് അകത്ത് കയറിയത്. അകത്ത് ആ സ്ത്രീകൾ ഉറക്കം പിടിച്ചു വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്താണ് അവരുടെ മുകളിലേക്ക് പാഞ്ഞു കയറിയ ജോമോനും രാജേന്ദ്രനും ചേർന്ന് അവരെ ക്രൂരമായി റേപ്പ് ചെയ്യുന്നത്. റേപ്പിന് ശേഷം അവര് തെളിവായി മാറുമെന്നോ അറിയാവുന്നതുകൊണ്ട് അവരെ കൊലപ്പെടുത്താനുള്ള ഉദ്ദേശം കൂടി അവർക്കുണ്ടായിരുന്നു. അവര് നേരത്തെ അവിടുന്ന് സംഘടിപ്പിച്ച് ചോദിച്ച പാര ഉപയോഗിച്ച് 2 പേരും അടിച്ചു കൊല്ലുകയായിരുന്നു. പിന്നീട് ആ സ്ത്രീകളെ അതിക്രൂരമായി ആരെങ്കിലും കൊന്നതാണെന്ന ഒരു ധാരണ ഉണ്ടാക്കാൻ വേണ്ടി തലങ്ങും വിലങ്ങും വെട്ടുകയായിരുന്നു. അതിനും സംതൃപ്തി പോരാതെ വന്നപ്പോഴാണ് നെഞ്ച് ഇടിച്ചു പൊട്ടിക്കുന്ന ആ മുട്ടുപ്രയോഗം അവർ നടത്തിയത്. അതിനൊക്കെ ശേഷം ആയുധങ്ങളൊക്കെ വലിച്ചെറിഞ്ഞിട്ട് പുറകുവശത്തെ വാതിൽ ചാരി അവര് പുറത്തു പോവുകയായിരുന്നു. ഈ സമയത്ത് ആ മുറിയിൽ കട്ടിലിൽ നീനുവിന്റെ കുഞ്ഞ് ഉറങ്ങുന്നുണ്ടായിരുന്നു. ആ കുഞ്ഞ് രാവിലെ ആ കട്ടിലിൽ നിന്ന് താഴോട്ട് ഇറങ്ങി അവിടെ മുഴുവൻ കരഞ്ഞു നടന്നതിന് ശേഷം എങ്ങനെയോ വാതില് തുറന്ന് പുറത്തിറങ്ങി എങ്ങനെയോ മുൻഭാഗത്ത് എത്തുമ്പോഴാണ് ആ അയൽക്കാരുടെ മകള് കാണുന്നത്. പോലീസിന്റെ ഈ ഭാഷ്യം അതുപോലെ തന്നെ പത്രങ്ങൾ വഴി ജനം അറിയുന്നുണ്ട്. എന്തായാലും ഇതിൽ എത്രത്തോളം വാസ്തവമുണ്ട് എന്ന് അറിയണമെങ്കിൽ തിരുവനന്തപുരത്തെ ഫോറൻസിക് ലാബിലെ പരിശോധനാ ഫലം വരണം. പോലീസ് കാത്തിരുന്ന പരിശോധനാ ഫലം വന്നതും അതൊരു വലിയ മുതൽക്കൂട്ടായി. അവിടെ ആ മോളിയുടെ കട്ടിലിന്റെ അടിയിൽ നിന്ന് കണ്ടെത്തിയ ആ അണ്ടർവെയറിൽ പറ്റിപ്പിടിച്ചിരുന്ന രോമങ്ങളുടെ DNA പരിശോധന ഫലമാണ് രാജേന്ദ്രന്റെ DNA പരിശോധന ഫലവുമായി മാച്ച് ചെയ്തത്. രാജേന്ദ്രന്റെ അണ്ടർവെയർ ആണ് മോളിയുടെ കട്ടിലടി കണ്ടത്. അതിലുണ്ടായിരുന്നത് രാജേന്ദ്രന്റെ തന്നെ രോമങ്ങളുമാണ്. അതുപോലെ മോളിയുടെയും നീനുവിന്റെയും ബോഡിയിൽ കണ്ട സ്പേം DNA പരിശോധനയ്ക്ക് വിധേയമായപ്പോൾ അതിലൊന്ന് രാജേന്ദ്രനാണെന്ന് കണ്ടു. രാജേന്ദ്രന്റെ പുറമെ മറ്റൊരാളുടെ DNA കൂടി കിട്ടിയിട്ടുണ്ട്. പക്ഷെ അത് ആരുടേതാണെന്ന് അറിയത്തില്ല. രാജേന്ദ്രന്റെ കൂട്ടുകാരൻ ജോമോന്റേതാണ് എന്നാണ് പോലീസ് പറയുന്നത്. ആണെന്ന് തെളിയിക്കണമെങ്കിൽ ജോമോന്റെ DNA മാച്ച് ചെയ്ത് നോക്കാൻ വേണ്ടി കിട്ടണമല്ലോ. രാജേന്ദ്രന്റെ നഖത്തിനകത്ത് നിന്ന് കിട്ടിയ തൊലിയും രക്തവും ഒക്കെ പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ അത് മോളിയുടെയും നീനുവിന്റെ ആണെന്ന് വ്യക്തമായി. മോളിയുടെയും നീനുവിന്റെ രക്തവും തൊലിയും എങ്ങനെ രാജേന്ദ്രന്റെ നഖത്തിനകത്തേക്ക് വന്നു എന്ന ചോദ്യത്തിന് രാജേന്ദ്രന് ഉത്തരമില്ല എന്നതാണ് സത്യം. എന്നാൽ ഇതേ സമയത്ത് കൺഫ്യൂസിംഗ് ആയ ഒരു എവിഡൻസ് കൂടി കിട്ടിയിട്ടുണ്ട്. ആ വീടുമായി ബന്ധമില്ലാത്ത ഒരു സ്ത്രീയുടെ പാവാട ആ വീടിന്റെ തൊട്ട് മുന്നിൽ കിട്ടിയിരുന്നു. ആ പാവാട എങ്ങനെ അവിടെ വന്നു എന്ന ചോദ്യത്തിന് ഒരു ഉത്തരവുമില്ല. ആ പാവാട അവിടെ വന്ന സ്ഥിതിക്ക് ആ പാവാടക്കാരിക്ക് ഈ കേസുമായി ബന്ധമുണ്ടാകുമെന്നറിയാവുന്ന പോലീസ് അവരെയും പതുക്കെ പൊക്കി. അനവധി ആളുകളെ ചോദ്യം ചെയ്താണ് യഥാർത്ഥത്തിൽ പോലീസ് ആ പാവാടയുടെ ഉടമയിലേക്ക് എത്തുന്നത്. ആ സ്ത്രീ പോലീസിന് വലിയ തെളിവായി മാറി. അവരുടെ വീടിനടുത്തുകൂടി രാത്രിയിൽ രാജേന്ദ്രനും ജോമോനും പോകുന്ന കണ്ടിരുന്നു. അവരെ കുഴപ്പക്കാരാണെന്ന് അറിയാവുന്ന ആ ലേഡി ശരിക്കും ശബ്ദമുണ്ടാക്കാതെ അവരുടെ വീട്ടിനകത്ത് ഒളിച്ചു എന്നതാണ് സത്യം. ആ സമയത്ത് അവരുടെ വീടിന് പുറത്ത് കഴുകിയിട്ടിരുന്ന പാവാടയാണ് യഥാർത്ഥത്തിൽ അവിടെ നിന്ന് ഇപ്പോൾ മോളിയുടെ വീടിന് മുൻവശത്ത് എത്തിയിരിക്കുന്നത്. അവരെന്തിനായി സ്ത്രീകളുടെ പാവാട എടുത്തുകൊണ്ട് പോകുന്നത്? ആ ഒരു ചോദ്യം സ്വാഭാവികമായിട്ടും പോലീസിന്റെ ഭാഗത്തു നിന്നും നാട്ടുകാരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതിനും ഉത്തരം നൽകേണ്ടത് രാജേന്ദ്രനാണ്.
ക്രൈം സീനിൽ നിന്ന് ലഭിച്ച തെളിവുകളിലും രാജേന്ദ്രന്റെ ബോഡിയിൽ നിന്ന് ലഭിച്ച തെളിവുകളിലും രാജേന്ദ്രന്റെ തൊലിയും അതുപോലെ സ്പേമും ഒക്കെ കണ്ടെത്തിയിരിക്കുകയാണ്. അവിടെയെല്ലാം DNA പരിശോധനാ ഫലം പോസിറ്റീവായി മാറിയതും പോലീസ് തൊടുപുഴ സെഷൻസിലേക്ക് ഈ കേസ് മജിസ്ട്രേറ്റ് കോടതി വഴിയെത്തി. അതെല്ലാം രാജേന്ദ്രനുമായി കണക്ട് ചെയ്തതും പോലീസ് സംഘം അവിടെ കേസ് അന്വേഷണത്തെ മറ്റൊരു ശൈലിയിൽ കോടതിയിൽ അവതരിപ്പിക്കാൻ തീരുമാനിച്ചു. ഈ കേസിൽ രണ്ടുപേര് പ്രതികളാണ്, ജോമോനും അതുപോലെ രാജേന്ദ്രനും. ജോമോനെ കാണാനില്ല, പക്ഷെ പൂർണ്ണമായും പ്രതിയാണെന്ന് ഉറപ്പുള്ള രാജേന്ദ്രനെതിരെയുള്ള വിചാരണ സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് പോലീസിന്റെ ആവശ്യം. സാധാരണഗതിയിൽ 2 പ്രതികൾ മാത്രമുള്ള ഒരു കേസിൽ ഒരാളെ മാത്രമേ പിടികിട്ടിട്ടുള്ളെങ്കിൽ മറ്റേയാളെ പിടികിട്ടാൻ വേണ്ടി പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആദ്യത്തെ ആള് ജാമ്യത്തിൽ ഇറങ്ങിയാണ് പതിവ്. പക്ഷെ ഇവിടെ ഈ കേസിൽ അത് സംഭവിക്കരുതെന്ന് നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്ന പോലീസ് ആ കാര്യം കോടതിയോട് അങ്ങനെ തന്നെ സൂചിപ്പിച്ചു. കേസിനെ 2ആയി കാണണം. ഒരു കേസ് രാജേന്ദ്രന്റേത്, മറ്റേ കേസ് ജോമോന്റേത്. ജോമോനെ കിട്ടുമ്പോൾ ആ കേസ് തുടങ്ങാം. തൽക്കാലം രാജേന്ദ്രന്റെ കേസ് കൺക്ലൂഡ് ചെയ്യുന്നതാണ് നല്ലത്. അങ്ങനെ പോലീസ് പ്രോസിക്യൂഷൻ വഴി ആവശ്യം ഉന്നയിച്ചതും കോടതി അത് അനുതാപപൂർവ്വം എടുക്കുകയും വിചാരണ ആരംഭിക്കാനുള്ള നടപടികൾ തുടങ്ങുകയും ചെയ്തു. ഇടുക്കിയിൽ ശരിക്കും ഒരുപാട് വാർത്താ പ്രാധാന്യം ഉണ്ടാക്കിയ ഒരു വിചാരണയാണ് തുടർന്ന് നടന്നത്. പ്രോസിക്യൂഷന് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ അംബികയും അതുപോലെ പ്രഗത്ഭയായ ഖേമയാണ് ഈ ഡിഫൻസിന് വേണ്ടി കോടതി നിർദ്ദേശപ്രകാരം ഹാജരായത്. രാജേന്ദ്രന് ആളെ വയ്ക്കാൻ പാങ്ങില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് കോടതി അത്തരം ഒരു സംവിധാനം ചെയ്തു കൊടുത്തത്. ആ 2 ആളുകളും അവരുടെ വാദമുഖങ്ങൾ അതിഭംഗിയായിട്ട് തന്നെ സെഷൻസ് കോടതിയിൽ അവതരിപ്പിക്കുകയുണ്ടായി. രാജേന്ദ്രൻ വളരെ സിമ്പിളായ ഒരു കാര്യമാണ് പറയുന്നത്. രാജേന്ദ്രൻ ഈ കേസുമായി ബന്ധമില്ല, വെറുതെ പോലീസ് കെട്ടിച്ചമയ്ക്കുന്നതാണ് കേസ്. പക്ഷെ പോലീസ് ദൃക്സാക്ഷികളില്ലാത്ത ഈ കേസിൽ സാഹചര്യ തെളിവുകളുടെ ഒരു ശൃംഖല തന്നെ കോടതിയിൽ പ്രസന്റ് ചെയ്യായിരുന്നു. പ്രോസിക്യൂഷന് വേണ്ടി അംബിക അതീവ ഭംഗിയായിട്ട് അത് ഒന്നൊന്നായി അവതരിപ്പിച്ചു. ഈ സാഹചര്യ തെളിവുകൾ ക്രമമായിട്ട് ഇങ്ങനെ അവതരിപ്പിച്ചു വരുമ്പോൾ ഇടയ്ക്കുള്ള ഒരെണ്ണത്തെ ഡിഫൻസിന് ബ്രേക്ക് ചെയ്യാൻ പറ്റിയാൽ പിന്നീട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ പ്രയാസവും. ചങ്ങലയാണ്, ആ ചങ്ങല ഒരെണ്ണം പോയാൽ ചങ്ങല മുറിയും. ചങ്ങല മുറിഞ്ഞാൽ പിന്നെ കേസ് തെളിയിക്കാൻ വലിയ പാടായിരിക്കും. അംബികയും ടീമും ശരിക്കും ഭഗീരഥ പ്രയത്നം നടത്തി വളരെ ഭംഗിയായി ഉണ്ടാക്കിയിരിക്കുന്ന തെളിവുകളിൽ ഏതാണ്ട് പ്രധാന തെളിവുകളെല്ലാം ഓറൽ തെളിവുകളാണ്. അമൽരാജ് അതുപോലെ മോളമ്മയ്ക്കൊപ്പം ബസ്സിലുണ്ടായിരുന്ന മറ്റൊരു സ്ത്രീ, പിന്നീട് അവസാനം പാവാട പോയ സ്ത്രീ, പിന്നെ മോളിയുടെ നീനിന്റെ വീടിനകത്തുള്ള ആളുകളുടെ മൊഴികൾ, ഇതെല്ലാം ഓറലാണ്. അവര് നൽകിയ മൊഴികളിൽ അവരെ കോടതിയിൽ ഉറച്ചു നിന്നപ്പോൾ ഡിഫൻസ് അവരെ കാര്യമായി ഒന്ന് കുടഞ്ഞു എന്ന് പറയാം. തലങ്ങും വിലങ്ങും ചോദ്യങ്ങളുമായി ഹേമയും സംഘവും ശരിക്കും അവരെ ഏൽപ്പിച്ച ജോലി ഭംഗിയായി തന്നെ കോടതി നിർവഹിച്ചു. ഒരുപാട് ചോദ്യങ്ങളാണ് ഉന്നയിക്കപ്പെട്ടത്. ചോദ്യങ്ങളുടെ ഒരു ശൃംഖല തന്നെ ഉണ്ടായെന്ന് പറയാം. കോടതിയിൽ ഹേമ വളരെ വ്യക്തമായി അവസാനം ആ കാര്യം പറഞ്ഞു. ഇതിൽ പലതും കള്ളസാക്ഷികളാണ്. പോലീസ് വളരെ ഭംഗിയായി പഠിപ്പിച്ച് അവരെ രംഗത്തിറക്കിയിരിക്കുന്നതാണ്. പോലീസ് പറയുന്ന പോലെ 8 മണിക്കും 9 മണിക്കും 10 മണിക്കും ഒക്കെ സാക്ഷികൾ അവിടെ ഇങ്ങനെ വഴിക്ക് കാത്തു നിന്നൊക്കെ പറയുന്നത് തികച്ചും അസംഭവ്യമായ കാര്യമാണ്. രാജേന്ദ്രനും അതുപോലെ ജോമോനും ആ വീട്ടിലേക്ക് വന്നു എന്ന് പറയുന്നത് തെളിയിക്കാൻ പ്രോസിക്യൂഷൻ ഉപയോഗിക്കുന്ന ഈ കള്ളസാക്ഷികൾ അല്ലെങ്കിൽ വേറെ എന്ത് തെളിവാണ് പ്രോസിക്യൂഷന് കൈവശമുള്ളതെന്നുള്ളതാണ് ഡിഫൻസിന്റെ ചോദ്യം. അതിന് പക്ഷേ പ്രോസിക്യൂഷന് മറുപടിയുണ്ട്. മോളിയുടെയും നീനുവിന്റെയും ബോഡിക്കുള്ളിൽ കണ്ട ആ സ്പേം അതിൽ ഒന്ന് രാജേന്ദ്രന്റേതാണ്. ആ കാര്യം കോടതിയിൽ കൺഫേം ആയതും സെഷൻസ് കോർട്ട് രാജേന്ദ്രന് വിധിച്ചത് വധശിക്ഷയാണ്. രാജേന്ദ്രന് വധശിക്ഷ വിധിച്ച കോടതി രാജേന്ദ്രന്റെ മുകളിൽ 10 കൊല്ലത്തെ അഡീഷണൽ തടവും 25,000 രൂപയുടെ പിഴയും കൂടി ചാർത്തയുണ്ടായി. തടവ് ശിക്ഷ കഴിഞ്ഞതിന് ശേഷം മരിക്കുന്നവരെ രാജേന്ദ്രന് തൂക്കണമെന്നാണ് കോടതി വിധിച്ചത്. അതിന് കോടതി പറഞ്ഞ ന്യായീകരണവും വളരെ വ്യക്തമാണ്. ഇത് അപൂർവങ്ങളിൽ അപൂർവമായ കൊലപാതകങ്ങളാണ്. 2 പ്ലാൻഡ് കൊലപാതകങ്ങളാണ് നടന്നിരിക്കുന്നത്. ആ 2 സ്ത്രീകളെയും കൊല്ലാൻ വേണ്ടി തന്നെയാണ് ആ വീട്ടിലേക്ക് രാജേന്ദ്രനും അവരുടെ കൂട്ടാളിയും ചെന്നത്. ലൈംഗികമായി ആ സ്ത്രീകളെ ഉപദ്രവിക്കുക എന്നതിനപ്പുറത്തേക്ക് അവരെ കൊല്ലുക എന്നത് കൂടി ലക്ഷ്യമായിരുന്നു. അതിനുവേണ്ടിയാണ് അവര് ആ വീട്ടിൽ വേറെ പുരുഷന്മാര് ഉണ്ടാകില്ല എന്ന് ഉറപ്പാക്കിയത്. ആ വീട്ടിൽ മാത്രമല്ല സമീപത്തെ വീടുകളിലും പുരുഷന്മാരെ ഇല്ല എന്ന് ഉറപ്പാക്കിയതിനു ശേഷമാണ് രാജേന്ദ്രനും ജോമോനും ആ വീട്ടിലേക്ക് എത്തിയത്. അവർ 2 പേരും സ്ത്രീലമ്പടന്മാരാണെന്ന് പൊതുവെ അറിയപ്പെടുന്ന ആളുകളാണ്. വെള്ളോടി അവരുടെ ഒരു സൈഡ് ബിസിനസ്സാണ്. മദ്യപിച്ച് പെണ്ണുങ്ങളെ കയറി പിടിക്കുന്നതിൽ എക്സ്പെർട്ട് ആയിട്ടുള്ള ആ 2 പേരും ചേർന്നാണ് ഈ കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാജേന്ദ്രന് വധശിക്ഷയിൽ കുറഞ്ഞ ഒരു ശിക്ഷയ്ക്കും അർഹതയില്ല എന്നാണ് സെഷൻസ് ജഡ്ജിയുടെ വിധിനായത് സൂചിപ്പിക്കുന്നത്. സ്വാഭാവികമായിട്ടും കേസ് ഹൈക്കോടതിയിലെത്തി. ഹൈക്കോടതി ആ കേസ് കേട്ടതിന് ശേഷം 2 കാര്യങ്ങളാണ് മുന്നോട്ട് വെച്ചത്. പ്രോസിക്യൂഷൻ പറയുന്ന അനുസരിച്ച് കൊല്ലപ്പെട്ട ആ ദിവസം അവരെ റേപ്പ് ചെയ്തതിൽ രാജേന്ദ്രന് പങ്കുണ്ട്. അക്കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ട്രിവാൻഡ്രത്തെ ഫോറൻസിക് റിസർച്ച് ലബോറട്ടറിയെ പ്രതിനിധീകരിച്ച് കോടതിയിൽ ഹാജരായ ഡെപ്യൂട്ടി ഡയറക്ടർ അക്കാര്യം അസന്നിഗ്ധമായി കോടതിയിൽ പ്രൂവ് ചെയ്യുകയും ചെയ്തു. എന്താണ് DNA എന്നും ആ DNA എങ്ങനെയാണ് പരിശോധിക്കുന്നതെന്നും ആ പരിശോധന ഫലം ഈ രാജേന്ദ്രന്റെ കേസിൽ എത്രത്തോളം ശരിയാണെന്നുമാണ്
അദ്ദേഹം അവിടെ സ്ഥാപിച്ചത്. 100% രാജേന്ദ്രൻ്റേത് ആയ കാര്യങ്ങൾ മീനുവും നീനുവുമായി കണക്ട് ചെയ്ത് കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ മീനുവും നീനുവുമായി കണക്ട് ചെയ്ത കാര്യങ്ങൾ രാജേന്ദ്രന്റെ നഖത്തിനകത്ത് നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതിന് സാക്ഷികളുമുണ്ട്. ദൃക്സാക്ഷികൾ അക്കാര്യം കോടതിയിൽ ഏറ്റു പറയുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് സെഷൻസ് ജഡ്ജ് രാജേന്ദ്രന് വധശിക്ഷ വിധിച്ചത്. ആ റേപ്പ് ചെയ്ത 2 പേരിൽ ഒരാൾ രാജേന്ദ്രനാണെന്ന് 100% ഉറപ്പാണ്. പക്ഷേ കൊല നടത്തിയത് രാജേന്ദ്രനാണെന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷന് പറ്റിയിട്ടില്ലെങ്കിലും സെഷൻസ് ജഡ്ജിന്റെ വാദമുഖങ്ങളോട് യോജിച്ചുകൊണ്ട് ഹൈക്കോടതി വധശിക്ഷ ശരിവെക്കുകയാണ് ചെയ്തത്. പക്ഷെ ഹൈക്കോടതി എഴുതിയ ആ വിധിന്യായത്തിൽ പിടിമുറുക്കിയ സുപ്രീം കോടതി ആ ഒരൊറ്റ കാര്യം പരിഗണിച്ചുകൊണ്ട് രാജേന്ദ്രന്റെ വധശിക്ഷ റദ്ദാക്കി ജീവപര്യന്തമാക്കി. അതിന് ഹൈക്കോടതി പറഞ്ഞ ആ വാചകമാണ് സുപ്രീം കോടതിയും മുഖവിലക്കെടുത്തത്. രാജേന്ദ്രനും വേറൊരാളും ആ കൃത്യം നടക്കുമ്പോൾ കൂടെ ഉണ്ടായിരുന്നു. രാജേന്ദ്രനാണ് ആ 2 കൊലയും നടത്തിയെന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷന് വ്യക്തമായ തെളിവുകൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. രാജേന്ദ്രന്റെ മാത്രം കൈവിരൽ പാട് പതിഞ്ഞ ആയുധം അവിടെ നിന്ന് കണ്ടെടുക്കാൻ പോലീസ് പറ്റിയിട്ടില്ല. പോലീസിന് രാജേന്ദ്രന്റെ കൂട്ടാളിയാണ് ഈ കൊലകൾ നടത്തിയതെങ്കിലും അങ്ങനെ സംഭവിക്കാമല്ലോ. എന്തായാലും ആ കൂട്ടാളിക്കൊപ്പം നിൽക്കുകയും തെളിവുകൾ നശിപ്പിക്കാൻ രാജേന്ദ്രൻ ശ്രമിക്കുകയും ചെയ്തു എന്നുള്ള കാര്യം സ്വാഭാവികമായിട്ടും പോലീസ് കോടതിയിൽ അവതരിപ്പിച്ചതുകൊണ്ട് സുപ്രീം കോടതി ആ ജീവപര്യന്തത്തിനെ ഉറച്ചു നിൽക്കുകയായിരുന്നു. വണ്ടിപ്പെരിയാറിനെ ആകെ പിടിച്ചുകുലുക്കിയ 2 കൊലപാതകങ്ങളാണ് മൗലിയുടെയും നീനുവിന്റെയും കൊലപാതകങ്ങൾ എന്ന് പറയുന്നത്. അമ്മയും മകളുമാണ് കൊല്ലപ്പെട്ടത്. 2 പേരും ഒരേ ദിവസം ഒരേ വീട്ടിൽ അടുത്തടുത്ത് റേപ്പ് ചെയ്യപ്പെട്ട് കൊല്ലപ്പെടുന്ന കഥ നമ്മൾ അധികം കേട്ടിട്ടില്ലാത്തതാണ്. നമ്മുടെ ഈ മനുഷ്യന്മാരുടെ മനസ്ഥിതി ഏതൊക്കെ ശൈലിയിൽ മാറുക എന്നുള്ളത് ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ്. ഒരു കാര്യമില്ലാത്ത കാര്യത്തിൽ പിടിച്ചായിരിക്കും ചിലപ്പോൾ വഴക്കുകൾ ഉണ്ടാവുക. അത്തരം വഴക്കുകൾ ചിലപ്പോൾ തല്ലിൽ കലാശിക്കുകയും ചെയ്യും. ചിലപ്പോൾ ആ തല്ലങ്ങ് അധികരിച്ച് കോടതിയിലും സ്റ്റേഷനിലും ഒക്കെ എത്തുകയും ചെയ്യും. ചിലതൊക്കെ അതും മറികടക്കും. അങ്ങനെ സംഭവിക്കുമ്പോഴാണ് ഇത്തരം കേസുകൾ ഉണ്ടാകുന്നത്. ഒരു നിമിഷത്തെ അശ്രദ്ധയോ മനസ്സിന്റെ പാകപ്പിഴയോ എന്തൊക്കെയാണ് ഇവിടുത്തെ വിഷയങ്ങൾ. പക്ഷേ ഈ രാജേന്ദ്രന്റെ കേസിൽ അതല്ല സംഭവം. അയാൾ പ്ലാൻഡ് ആയിട്ട് ആ വീട്ടിൽ എത്തിയതാണ്. അയാൾക്ക് സ്ത്രീകളെ കണ്ടാൽ ഒന്ന് കയറി പിടിക്കണം, റേപ്പ് ചെയ്യണം, അല്ലെങ്കിൽ അയാൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അത്ര കുഴപ്പമേ അയാൾക്കുള്ളൂ. അതുകൊണ്ടാണ് സെഷൻസ് ജഡ്ജിന്റെ ആ വിധിയിൽ അക്കാര്യം അങ്ങനെ സൂചിപ്പിച്ചത്. സമൂഹത്തിലേക്ക് ഇറക്കി വിടാൻ കഴിയുന്ന ഒരാളല്ല രാജേന്ദ്രൻ. അയാളെ എന്നേക്കുമായും അവസാനിപ്പിക്കണമെന്നാണ് സെഷൻസിന്റെ വിധി. ആ വിധിയിൽ മേൽക്കോടതികൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ളത് കൊണ്ടാണ് അവർ ആ വിധി ഒന്ന് റെഡ്യൂസ് ചെയ്ത് ജീവപര്യന്തമാക്കിയിരിക്കുന്നത്. ഈ കഥ നിങ്ങളോട് പറഞ്ഞത് എം ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റിൽ ചെയ്യുക. താങ്ക് യു.